അന്വേഷണ ഘട്ടത്തിൽ പ്രവചനവുമായി രംഗത്തെത്തിയ MS സൊല്യൂഷൻസിന്റെ നടപടി സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് തർക്കമില്ല. രാജ്യദ്രോഹ കുറ്റമാണെന്ന് കൂടിയാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. വെല്ലുവിളിയെ നിയമപരമായി നേരിടും. വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയും. വലിയ വാശിയോടുകൂടി രാജാവ് വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അപ്പോൾ അതിന്റെ താഴെ കമന്റ്സുകൾ നോക്കിയാൽ നമ്മളെ കുട്ടികളെല്ലാം അങ്ങ് പിന്തുണച്ചേക്കുകയാണ്. ചില കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേതൃത്വം ഈ MS സൊല്യൂഷൻ നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിന് തൊട്ടവന്റെ കൈവിട്ടു എന്നൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം അന്വേഷിക്കും, സകല കാര്യങ്ങളും അന്വേഷിക്കും. ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് 2 ദിവസമായിട്ട്. അതെല്ലാം അന്വേഷണ ഏജൻസി കൈമാറും. ചോർത്തി വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും പറയുന്ന ഈ പ്രതിസ്ഥാനത്ത് നിന്നിപ്പോ എല്ലാവരും പറയപ്പെടുന്ന വ്യക്തി മനസ്സിലാക്കണം, അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെല്ലുവിളിയൊക്കെ ഒരു രാജ്യദ്രോഹത്തിന് തുല്യമാണ്. ആ കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്. സുനിഷ അയ്യലൂരിന്റെ വിശദാംശങ്ങളുമായി. സുനിഷ, സകല പരിധിയും ലംഘിച്ചിരിക്കുന്നു MS സൊല്യൂഷൻസ് എന്ന് മന്ത്രി പറഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ. ഇപ്പോഴിതാ വീണ്ടും അവർ വീഡിയോയുമായി രംഗത്തെത്തുകയാണ്. അതൊരു വെല്ലുവിളിയാണെന്നതിൽ മന്ത്രിക്ക് തർക്കമില്ല. പക്ഷേ തുടർ നടപടികൾ എന്ത്? FIR ഇട്ടിട്ടുണ്ടോ? മറ്റു കാര്യങ്ങൾ എങ്ങനെ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ട്. വിനിത, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ MS സൊല്യൂഷനെ പറ്റി വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ച അതിന് പിന്നാലെയാണ് MS സൊല്യൂഷൻ വീണ്ടും ഇത്തരത്തിൽ കെമിസ്ട്രി പരീക്ഷയുടെ പ്രഡിക്ഷനുമായി കഴിഞ്ഞ ദിവസം വന്നത് എന്നതാണ്. അതിനെയാണ് ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും. ഇത് ഈ പറയുന്നത് പോലെ സമൂഹത്തെ ആകെ തകർക്കുന്ന വെല്ലുവിളിയാണ് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ നടത്തുന്നത് എന്ന് പറയുമ്പോഴും, അത് ഈ വെല്ലുവിളി അത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് പറയുമ്പോഴും എന്ത് നടപടി അവർക്കെതിരെ എടുത്തു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ മന്ത്രിക്ക് കഴിയുന്നില്ല എന്നതാണ്. നിയമപരമായി തന്നെ നേരിടും. അന്വേഷണത്തിന്റെ വഴിയെ പോകുന്നുണ്ട് എന്നതാണ് മന്ത്രി നമുക്ക് അതിന് നൽകിയ വിശദീകരണവും. നേരത്തെ ഈ പറഞ്ഞതുപോലെ MS സൊല്യൂഷൻ, നേരത്തെ ദീപക് മലയമ്മ പറഞ്ഞതുപോലെ ഈ MS സൊല്യൂഷൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റ് പ്ലാറ്റ്ഫോമുകളും ഇതേ രീതിയിൽ തന്നെ ചോദ്യപേപ്പർ ചോർത്തുന്ന ഒരു സ്ഥിതിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതുകൂടി അന്വേഷണ പരിധിയിൽ വരേണ്ടതല്ലേ എന്ന ചോദ്യമുണ്ട്. ഏതായാലും അത്തരത്തിൽ ക്രൈംബ്രാഞ്ച് ഇവരെ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത് എന്നതാണ്. ചില വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ 6 അംഗ സമിതി അത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ പറഞ്ഞതുപോലെ പല വിവരങ്ങൾ പലരോടായി തേടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മറ്റ് വിവരങ്ങളായി തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ അന്വേഷണ സമിതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചുകൊണ്ടുള്ള അന്വേഷണം നിലവിൽ തുടരുകയാണ്. ഒരുപക്ഷെ നാളെയാണ്, ഈ 19-ാം തീയതിയാണ് ഈ ക്രിസ്മസ് പരീക്ഷകൾ അവസാനിക്കുന്നത്. അതിനിടെയെങ്കിലും ഈ MS സൊല്യൂഷൻ പോലുള്ള ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കേസെടുക്കാൻ, FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറാകുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. അത് പറയുമ്പോൾ മന്ത്രി പറയുന്നത് ഈ പറയുന്നത് പോലെ ബേജാറാകേണ്ടതില്ല, അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ഉണ്ടാകുമെന്നതാണ് നമുക്ക് നൽകുന്ന മറുപടിയും. ഏതായാലും അത്തരത്തിൽ നിലവിൽ ഈ പറയുന്നത് പോലെ വേഗത്തിൽ നടപടി എടുക്കാത്തതാണ് ഇവർക്ക് ഇപ്പോഴും ഇത്തരത്തിൽ വന്നുകൊണ്ട് വീണ്ടും വീണ്ടും ഈ പ്രഡിക്ഷൻ എന്ന പേരിൽ വീണ്ടും ചോദ്യപേപ്പർ നൽകാൻ കഴിയുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്നത് പോലെ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെങ്കിൽ ഉടൻ തന്നെ നടപടി എടുക്കേണ്ടതില്ലേ എന്നത് തന്നെയാണ്. ഏതായാലും നടപടിയിലേക്ക് കടക്കുമെന്ന് പറയുന്നുണ്ട്. അതിനി എപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുമെന്ന കാര്യത്തിൽ മന്ത്രിയും ഒരു വ്യക്തത വരുത്തുന്നില്ല. വിനീത, അത് തന്നെയാണ് ഇതിലെ പ്രശ്നവും. വീണ്ടും ചോദ്യപേപ്പർ ചോർന്നെന്ന സംശയം തന്നെയാണ് ഉയർത്തുന്നത്. KSU ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു. കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യങ്ങളും MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ വന്നതാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്ത് നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നു? ഇനിയും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു. പക്ഷേ നടപടികൾ എന്ത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാകുന്നത്. സുനിഷ അയ്യലൂരും ദീപക് മലയമ്മയും സാനിയു മനോമിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.